ഹായ് ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ ഇതുവരെ കാണിച്ചിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തരുന്ന പോലെ നമ്മൾ വാങ്ങിക്കുന്ന പോലെയുള്ള റണ്ണിങ് മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന മെറ്റീരിയലാണ്. നമുക്ക് സാധാരണ അങ്ങനത്തെ കിട്ടാറുണ്ട്. ഇപ്പം 3 പീസ് സെറ്റുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പിൻ്റെ പോർഷൻസ് കിട്ടില്ലേ, അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പിൻ്റെ മാത്രമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അത് ഇപ്പം നമുക്കത് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാരണങ്ങളാണ്. മുന്നേ നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു ആലിയ കട്ടിൽ ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ഒരു കുർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്കൊരു കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെറ്റീരിയൽ മാത്രമായിട്ട് കൊടുക്കുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞത് അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല, അത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ മാം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്കിങ്ങനെ റെഡിമെയ്ഡ് കുർത്തിയായിട്ട് തന്നെ വാങ്ങിക്കുന്നതിനോട് താല്പര്യമില്ല. അടുത്ത ഏതോ സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്, അപ്പോൾ അവരെ കൊണ്ട് ഇട്ടാലേ ഒരു തൃപ്തിയുള്ളൂ എന്ന് പറഞ്ഞു. എനിക്കും അറിയാം അങ്ങനെ ഉള്ള ആൾക്കാരുണ്ട്. റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്നത്, ഡയറക്റ്റ് വാങ്ങിക്കുന്നത് ഇഷ്ടമല്ല. അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ പരിചയമുള്ളവരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് ഇടുന്നതാണ് ഇഷ്ടം എന്നുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ എനിക്കൊരു ഫ്രണ്ടുണ്ട്. ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ നോർമലി നമ്മൾ പറയുന്ന പോലെ മീഡിയം, ലാർജ്, എക്സൽ എന്നൊക്കെ പറയുന്ന പോലെ ആ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സിലുള്ള ഡ്രസ്സുകളൊന്നും ആൾക്ക് സ്യൂട്ടാവില്ല. അതായത് ആൾ ശരിക്കും നല്ല പൊക്കം കുറവാണ്, പക്ഷെ അത്യാവശ്യം എന്താ പറയുക വണ്ണമുണ്ട്. അപ്പോൾ സൈസിൻ്റെ ആ ഒരു വേരിയേഷൻ ഉള്ളതുകൊണ്ട് തന്നെ റെഡിമെയ്ഡ്സ് വാങ്ങിക്കാൻ പറ്റാറില്ല. ഇനി വല്ലാണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാൽ തന്നെ പിന്നീട് അത് ഓൾട്ടർ ചെയ്യാനായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഈ പറഞ്ഞ 2 കൂട്ടർക്കും പറ്റുന്ന ഒരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കാണാം, ബാക്കി ഡീറ്റെയിൽസ് എൻ്റെ കൂടെ പറയാം കേട്ടോ. ഇതാണ് ഇന്നത്തെ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നെക്ക് പോർഷനിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഒരു പീസാണ് ഇത്. 2.5 മീറ്റേഴ്സാണ് നമ്മുടെ ഫാബ്രിക് വരുന്നത്. ഇതിൻ്റെ നെക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നെക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഹെവി അല്ല, എന്താ പറയുക, എന്നാൽ അത്യാവശ്യം ഗ്രാൻഡായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു കാഷ്വൽ വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടോ അറ്റ് എ ടൈം നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെ വളരെ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വർക്ക് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു സൈഡിലായിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് രീതിയിലുള്ള നെക്ക് വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ യു നെക്ക് വേണമെങ്കിൽ ചെയ്യാം, വി നെക്ക് ചെയ്യാം, കേർവ് ആയിട്ടുള്ള വി നെക്ക് ചെയ്യാം, അങ്ങനെ അല്ലെങ്കിൽ ഒരു ഡിസൈൻ മാത്രം എന്നുള്ള ഒരു നെക്ക് പാറ്റേൺ മാത്രം എന്നില്ല, ഈ പറഞ്ഞ ഏത് രീതിയിൽ വേണമെങ്കിലും നെക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഡിസൈനിൻ്റെ ക്ലോസറായിട്ടുള്ള ഒരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് സെൻറ്റർ പോർഷനിലുള്ള ആ ഒരു സ്റ്റെമ്മ് പോലുള്ള ഭാഗം ക്ലിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് തന്നെയാണ് ലീഫിൻ്റെ ഔട്ട്ലൈനും ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്കുള്ള ആ ഒരു പോർഷനിൽ ആ ഒരു ഗ്രീൻ കളർ കാണുന്നില്ലേ, അത് നമ്മൾ സിൽക്ക് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഓരോ പെയർ ലീഫിൻ്റെ ഇടയിലും നമ്മൾ ഓരോ ഫ്ലവേഴ്സും അതുപോലെ തന്നെ വേറൊരു ലീഫ് പോലുള്ളൊരു ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. ആ ലീഫ് പോലുള്ള ഡിസൈനിൽ നമ്മൾ ബേജ് കളറിലുള്ള ആങ്കർ ത്രെഡും ഗോൾഡൻ സീക്വൻസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ സീക്വൻസും അതുപോലെ തന്നെ കട്ട് ബീഡ്സും വെച്ചിട്ടാണ് കേട്ടോ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഡിസൈൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഒരു ലീഫിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ആ ലീഫ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ബഡിൻ്റെ ഒരു ഡിസൈനും കൂടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈനിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നെറ്റ് കോട്ട മെറ്റീരിയലിലാണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത്. നെറ്റ് കോട്ട, അതുപോലെ കോട്ട ചെക്ക് അല്ലെങ്കിൽ ചെക്ക് കോട്ട എന്നൊക്കെ പറയുന്ന കോമൺ ആയിട്ട് ഈ 3 പേരുകളിലാണ് ഈ ഒരു മെറ്റീരിയൽ പറയുന്നത് കേട്ടോ. പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. ആ ഒരു ചെറിയ ചെറിയ ചെക്ക് പോലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പേര് വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് ലൈനിങ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ കാണുന്നത് ഒരു വൈൻ കൂടിയ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ്. ചില സമയത്ത് നമുക്കത് വേറൊരു ടോണിൽ കാണുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു കളറാണ് ഇതിൻ്റെ എക്സാക്റ്റ് കളറ്. പക്ഷേ നമുക്ക് ഒരു 4-5 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ഡിസൈൻ വേറെ കളേഴ്സിൽ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ പോലും ഈ സെയിം റേറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റാണ്. 220 രൂപയാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത്. 2.5 മീറ്ററാണ് നമുക്ക് മെയിൻ ഫാബ്രിക് വരുന്നത്. അതിൻ്റെ യോക്ക് പോർഷനിൽ അല്ലെങ്കിൽ നെക്ക് പോർഷനിലേക്കാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. 220 രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ്. നമുക്ക് ലൈനിങ്സും അവൈലബിൾ ആണ്. ക്രേപ്പ് ലൈനിങ്ങും നമുക്ക് കോട്ടൺ ലൈനിങ്ങും അവൈലബിൾ ആണ്.
രണ്ടിനും ഒരേ റേറ്റാണ് കേട്ടോ. 35 രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നമ്മൾ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. ആ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 220 എന്നുള്ള മെയിൻ റേറ്റിൽ ഒരു ഓഫർ കൊണ്ടുവരാണ്. അതായത് ആദ്യം ഓർഡർ ചെയ്യുന്ന 25 പേർക്ക് നമ്മൾ 25 രൂപ ഓഫായിട്ടാണ് കൊടുക്കുന്നത്. അതായത് 195 രൂപയാണ് ആദ്യം ഓർഡർ ചെയ്യുന്ന 25 പേർക്ക് ഈ ഒരു മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ട് ആകെ സ്പെൻഡ് ആയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ തംബ്നെയിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സമ്പാദിക്കാം എന്നുള്ളത്. അതിന് എങ്ങനെയാണെന്നുള്ളത് പറയാം. ആദ്യം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരുടെ കാര്യമാണ് പറയുന്നത്. സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവർക്ക് ഒബ്വിയസ്ലി ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ഐറ്റം വാങ്ങുക, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക, കസ്റ്റമറിന് ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പിന്നീട് നമ്മൾ അതിനകത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല. ഹാൻഡ് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റിന് സെയിൽ ചെയ്യാനും പറ്റും. പ്രോപ്പറായിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയലും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഐദർ നമുക്ക് 2 പീസായിട്ട്, അതായത് ടോപ്പും ബോട്ടവും മാത്രമായിട്ട് സെയിൽ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ദുപ്പട്ടയും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 പീസ് സെറ്റായിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പൈസ കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ദുപ്പട്ട എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്ലെയിൻ നെറ്റ് സെയിം കളറിലുള്ള സെയിം ടോണിലുള്ള പ്ലെയിൻ നെറ്റ് വാങ്ങിയാൽ പോലും ഒരു ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ദുപ്പട്ട നമുക്ക് സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബോട്ടവും അതുപോലെ ഒരു ദുപ്പട്ടയും കൂടെ അറേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കത് മൂവ് ആവും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് വളരെ അഫോർഡബിൾ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ അത്യാവശ്യം എന്താ പറയുക, ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ കുറച്ചധികം ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഡയറക്റ്റായിട്ട് സെയിൽ ചെയ്യാൻ നമ്മുടെ റീസെല്ലേഴ്സ് ഗ്രൂപ്പിലും അതുപോലെ റീസെയിൽ ഗ്രൂപ്പിലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ എന്താ പറയുക റേറ്റിൻ്റെ വേരിയേഷൻസ് ഇല്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് റേറ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഒരുപാട് വേരിയേഷൻ റേറ്റിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം അത്രയും റേറ്റ് കുറവിനാണ് നമ്മളിപ്പോൾ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഡയറക്റ്റ് കസ്റ്റമറിന് സെയിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ ബോട്ടത്തിൻ്റെ മെറ്റീരിയലും അതുപോലെ ദുപ്പട്ടയും കൂടെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു 3 പീസ് സെറ്റായിട്ടും നിങ്ങൾക്ക് സെയിൽ ചെയ്യാവുന്നതാണ്. അതിൻ്റെ മെറ്റീരിയലായിട്ട് ഓക്കെ, നമുക്ക് സാധാരണ കിട്ടുന്ന പോലെ 3 പീസ് സെറ്റിൻ്റെ മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഓരോരുത്തരുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാൻ നമുക്ക് ചെറിയ ഐഡിയാസ് തരാൻ മാത്രമാണ് പറ്റുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാര്യമായിട്ട് ആലോചിച്ച് ഓരോന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആദ്യത്തെ 25 പേരിൽ ഒരാളാവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. പെട്ടെന്ന് ഓർഡേഴ്സൊക്കെ പ്ലേസ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ 5 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള കളറിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.